സുജീസ് പോപ്കോൺ കിച്ചൺ. ഇന്നത്തെ പോപ്കോൺ കിച്ചണിൽ ഒരു ട്രഡീഷണൽ പായസമാണ് ഉണ്ടാക്കുന്നത്, വൻപയർ പായസം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനൊന്നും ഈ വൻപയർ എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാ ജനറേഷനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വൻപയർ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് വൻപയർ. ഇതൊരു 3 hours സോക്ക് ചെയ്തെടുത്ത പയറാണിത്. പിന്നെ വേണ്ടത് ഉണക്കലരി ചേർക്കുന്നത് പായസത്തിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഒരു ഗ്ലാസ് പയറെടുക്കുകയാണെങ്കിൽ നമ്മളൊരു 1/2 ഗ്ലാസ് അരി എടുത്താൽ മതി. പിന്നെ തേങ്ങ, ശർക്കര, ഏലക്ക, തേങ്ങാക്കൊത്ത്, പിന്നെ നെയ്യ്. ഇനി പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ അരി ഒരു കുക്കറിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. 3 വിസിൽ വന്നപ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച പയർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് വീണ്ടും ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇനി വേവിച്ച അരിയും പയറും കൂടെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി തയ്യാറാക്കി വെച്ച ശർക്കര പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷം പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാല് ചേർത്താലും മതിയാവും. തേങ്ങ ചേർത്ത് നന്നായി തിള വന്നതിന് ശേഷം പൊടിച്ചു വെച്ച ഏലക്കായ കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് എടുത്തു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു പക്ക ട്രഡീഷണൽ പായസമാണ്. അതുകൊണ്ട് ഞാനിതിലോട്ട് കാഷ്യൂസും റൈസിൻസും ഒന്നും ചേർത്തില്ല, തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്തുള്ളൂ. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. വൻപയർ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.